ഓം യോ ബ്രഹ്മണം വിദധാതി പൂർവം യോ വൈ വേദംശ്ച പ്രഹിണോതി തസ്മൈ തം ഹദേവം ആത്മബുദ്ധിപ്രകാശം മുമൂഷൂർവൈ ശരണമഹം പ്രപദ്യേ. ഹരേ ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. ഹരേ. എല്ലാ പ്രിയപ്പെട്ട നല്ലവരിൽ നല്ലവരായ സജ്ജനങ്ങളായ നിങ്ങൾ ഓരോരുത്തർക്കും സ്നേഹത്തിൻ്റെ പൂച്ചെണ്ടുകൾ. നമ്മുടെ ജീവിതം വളരെ സന്തോഷപ്രദമായി ആനന്ദപ്രദമായി സമസ്ത മേഖലകളിലും ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് ആധുനിക മനുഷ്യൻ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഈ സമൃദ്ധമായ ഒരു ഭാരതം, സമൃദ്ധമായ ഒരു ഭാരതം, സമൃദ്ധമായ ഒരു ഹൈന്ദവ സംസ്കൃതി. കാരണം സെമിറ്റിക് മതങ്ങൾക്കൊക്കെ ഒരു ഖുറാനും ഒരു ബൈബിളും ഉള്ളപ്പോൾ നമുക്ക് സ്വന്തമായി ഒരു ലൈബ്രറി തന്നെയുണ്ട്. അതുകൊണ്ട് സമൃദ്ധമാണ് എൻ്റെ സംസ്കൃതി. ആ സംസ്കൃതിയിൽ ഇരുന്നു കൊണ്ട് ആധുനിക മനുഷ്യജീവിതം നരകയാതനാപൂരിതമായി കൊണ്ടു നടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് ഇതിന് കാരണമെന്ന് നാം അന്വേഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കുടുംബ പ്രശ്നം, സാമൂഹിക പ്രശ്നം, ദാമ്പത്യ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, ലൈംഗിക പ്രശ്നം, വിദ്യാഭ്യാസ പ്രശ്നം, സോഷ്യൽ മീഡിയ പ്രശ്നം, ഫേസ്ബുക്ക് പ്രശ്നം, വാട്സാപ്പ് പ്രശ്നം, ഇങ്ങനെ 100,000 പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ്. അപ്പോൾ മലയാളികളായ നമ്മൾ ഒരു കാര്യം മാത്രം മറക്കുന്നു. മറ്റെല്ലാ കാര്യത്തിലും ഇപ്പം നല്ല പ്രൊഫഷണലുകളാണ്, നല്ല ജോലിയുണ്ട്, നല്ല സാലറി ഉണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴേ കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിലെ ഒരു കുട്ടിയുടെ LKG അഡ്മിഷന് അറിഞ്ഞോ 8 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് ഫീസ്. പക്ഷേ അഡ്മിഷൻ കിട്ടൂല. അത്ര തള്ളിച്ചാണ് 8 ലക്ഷം രൂപ. 5ാം ക്ലാസ് വരെ 8 ലക്ഷം, 5ന് മുകളിലോട്ട് 10 ലക്ഷം രൂപ. അതായത് ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ MBBSന് ഒരു വർഷം 10 ലക്ഷം രൂപ. എൻ്റെ മകള് സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്, അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഫീസ് എനിക്കറിയാമല്ലോ. 10 ലക്ഷം രൂപ. അപ്പോൾ ഈ 10 ലക്ഷം രൂപ മന്ത്ലി കൊടുത്തിട്ടാണ്, ഇയർലി ഫീസ് അടച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഏതോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ആ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഭയങ്കര സ്ട്രെസ്സാണ് കുഞ്ഞിനും സ്ട്രെസ്സ്, അച്ഛനും സ്ട്രെസ്സ്, അമ്മയ്ക്കും സ്ട്രെസ്സ്, എല്ലാവർക്കും ഡിപ്രഷനിലും, എല്ലാവരും അൺസാറ്റിസ്ഫൈഡ് ലൈഫ്, എല്ലാവരും അസംതൃപ്തി. എന്ത് കാര്യത്തിനകത്തും സ്ട്രെസ്സ്, എന്ത് കാര്യത്തിനകത്തും സ്ട്രെയിന്. സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് മുതൽ BP മുതൽ സർവ്വ രോഗങ്ങളും വരും. സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ 100,000 രോഗങ്ങളും വരും. വയറ്റിൽ കഴിക്കുന്ന ആഹാരം പോലും ഡൈജഷൻ നടക്കില്ല, നല്ല ബാക്ടീരിയ പോലും വരില്ല. അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന രോഗികൾ, ഈ രോഗികൾ മനോരോഗികളും ശാരീരിക രോഗികളുമാണ് ആധുനിക മനുഷ്യൻ എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെയാണ് വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും ഭാഗവതത്തിൻ്റെയും
പ്രസക്തി. കാരണം മനുഷ്യ ജീവിത ലക്ഷ്യം സമ്പൂർണതയാണ്. ഇത് നമുക്ക് കൃത്യമായിട്ട് സമ്പൂർണതയെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ശ്രീരാമ പട്ടാഭിഷേകത്തിന് മുന്നേ വസിഷ്ഠ ഋഷി ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് പറയുന്നതാണ് യോഗവാസിഷ്ഠം. ഇത് ആദികവിയായ വാത്മീകി എഴുതുന്നു, രാമ, നീ നിൻ്റെ ജീവിതം പൂർണ്ണതയിലേക്കുള്ള യാത്രയായി മാറണം. അതിന് എന്ത് ചെയ്യണം? പൂർണ്ണേ മനസ്സി സമ്പൂർണം. പൂർണ്ണത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഗദീശ്വരനാണ് പൂർണ്ണം. അതിന് ആദ്യം എന്ത് ചെയ്യണം? മനസ്സി സമ്പൂർണം. ജഗത് സർവം സുധാദ്രവേ. ലോകം മുഴുവൻ മധുസമുദ്രമായി അനുഭവപ്പെടും. മനസ്സ് അമൃതമാണെന്നുണ്ടെങ്കിൽ, മനസ്സ് സംതൃപ്തമാണെന്നുണ്ടെങ്കിൽ, മനസ്സ് സമ്പൂർണമാണെന്നുണ്ടെങ്കിൽ, മനസ്സ് ഈശ്വരീയമാണെന്നുണ്ടെങ്കിൽ ജഗത് സർവം സുധാദ്രവൈ. അങ്ങനെ മധുസമുദ്രം. അപ്പോൾ പറയില്ല അവരുടെ ജീവിതം തേനും പാലുമാണെന്ന്. തേനും പാലുമാകാൻ മനസ്സ് ഒന്ന് സ്വസ്ഥമാക്കിയാൽ മതി. മനസ്സ് ഒരു അല്പം സ്വസ്ഥത, ഒരു ശാന്തി, ഒരു സമാധാനം, ഇത് ഇല്ലാത്തതാണ് ആധുനിക മനുഷ്യൻ്റെ ജീവിതം. അതുകൊണ്ടാണ് ഏത് സെലിബ്രിറ്റി ആയാലും, ഏത് പ്രൊഫഷണലുകളായാലും, ഏത് പ്രൈം മിനിസ്റ്റർ ആയാലും, ഏത് പോലീസ് ഓഫീസറായാലും, ഏത് IAS ഓഫീസറായാലും എല്ലാവരും കടന്നു പോകുന്നത് സ്ട്രെസ്സും സ്ട്രെയിനും ഡിപ്രഷനിലുമാണ്. ആത്മഹത്യയുടെ വക്കിലാണ് ഓരോ ആധുനിക മനുഷ്യനും. അതുകൊണ്ട് തന്നെയാണ്, ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള ജീവിതം സമ്പൂർണമായി കൊണ്ടു നടക്കാനാണ്, നമ്മുടെ ജീവിതം സുഹൃതമാക്കാനാണ്, ഓരോ മനുഷ്യൻ്റെയും ജീവിതം ധന്യമാക്കാനാണ് ഭഗവാൻ നമുക്ക് പൂർണ്ണാവതാരമെടുത്ത് ധ്യാനയോഗത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 8-ാമത് ശ്ലോകത്തിൽ അസന്നിഗ്ധമായിട്ട് ഭഗവാൻ പറയുന്നു, ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ. മക്കളെ സ്നേഹിക്കുന്നവർ, മക്കളെ സ്നേഹിക്കുന്ന അച്ഛനും അമ്മയും മക്കളെ പഠിപ്പിക്കണം. എങ്ങനെയാണ് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്, എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്. ഇത്രയേ ഉള്ളൂ. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ. മക്കൾക്ക് ഈ ആധുനിക വിദ്യാഭ്യാസം എല്ലാം കൊടുക്കണം, ആധുനിക സൗകര്യങ്ങളെല്ലാം കൊടുക്കണം, ആധുനിക വിദ്യാഭ്യാസം ആധുനികമായിട്ടുള്ള എല്ലാം കൊടുക്കണം. ഇതാണ് ജ്ഞാനം. ഇതെല്ലാം കൊടുക്കണം. പക്ഷേ ഇത് നിങ്ങൾ ഏത് കൊടുത്താലും, ഏത് വിദ്യാഭ്യാസം കൊടുത്താലും ഇവർക്ക് പോരാ. ഏത് ജോലി കൊടുത്തു കഴിഞ്ഞാലും ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല എനിക്ക് ആ ജോലി. ഇനി ഉദ്ദേശിച്ച പോലെ ജോലികൾ ഞാൻ ഉദ്ദേശിച്ച സാലറി കിട്ടിയില്ല. ഇനി MBBS തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷേ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ എന്തിലും പോരാന്ന്. കല്യാണം കഴിഞ്ഞു, എങ്ങനെയുണ്ട്? ഗംഭീരമായി. എങ്ങനെയുണ്ട്? ഞാൻ ഉദ്ദേശിച്ച പോലെ ആയില്ല. ഈ പോരാന്ന്. അതുകൊണ്ടാണ് ഇതിലൊന്നിലും ആർക്കും ഈ ജ്ഞാനവുമായി ബന്ധപ്പെട്ട ഒന്നിലും എന്തില്ല? തൃപ്തിയില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ എഴുതുന്നു, മക്കളെ വളർത്തുമ്പോൾ ഒരു ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ, തൃപ്തിയുള്ള ജീവിതം, തൃപ്തിയുള്ള വ്യക്തിത്വം വളർത്തിയെടുക്കാൻ ജ്ഞാനവും വിജ്ഞാനവും വേണം. അപ്പോൾ എന്താണ് വിജ്ഞാനം? ഈ ജ്ഞാനത്തിനും അസംതൃപ്തി ലഭിക്കുമ്പോൾ ഇവൻ തളർന്ന് തകരാതിരിക്കാൻ ഇവൻ്റെ മനസ്സിനെ ഉയർത്തുന്ന മനോബലവും മനോശക്തിയും മനോവികാസവും ഉള്ള വ്യക്തിയിൽ നിന്നും വ്യക്തിത്വത്തിലേക്ക് ഉയർത്തുവാൻ ഭഗവത്ഗീതയും ഭാഗവതവും
വേദങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ നിത്യതൃപ്തോ നിരാശ്രയ, ഒന്നിനെയും ആശ്രയിക്കാതെ നിത്യതൃപ്തതയിൽ ഉള്ളതിലൊരു സംതൃപ്തി. അപ്പം ഇവൻ ഒരു 10th റാങ്ക് കിട്ടിയാലും ഇവന് തൃപ്തിയായിരിക്കും. ഇവൻ കിട്ടുന്ന ജോലിയിൽ ഒരു തൃപ്തിയായിരിക്കും, കിട്ടുന്ന സാലറിയിൽ ഒരു തൃപ്തിയായിരിക്കും, കിട്ടുന്ന ഭാര്യയിൽ ഒരു തൃപ്തിയായിരിക്കും, കിട്ടിയ ശരീരത്തിൻ്റെ കളറിൽ ഒരു സംതൃപ്തിയായിരിക്കും, കിട്ടിയ മുഖത്തിൽ ഒരു തൃപ്തിയായിരിക്കും. അപ്പം അച്ഛനിലും ഒരു തൃപ്തി, അമ്മയിലും ഒരു തൃപ്തി. ഈ തൃപ്തിയില്ലാത്ത വ്യക്തി ഈശ്വരനിലും തൃപ്തിയില്ല. ഏത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും ഇവന് തൃപ്തി ഉണ്ടാവില്ല. കാരണം ഇവൻ്റെ മനസ്സിനാണ്. ഗുരുവായൂർ പോയി തൊഴുതു കഴിഞ്ഞാലും 2 മിനിറ്റ് തൊഴുതു എന്നിട്ട് സെക്യൂരിറ്റി പിടിച്ച് തള്ളിയപ്പോൾ അവനോട് ബഹളം വെച്ച് ഉള്ളതൊക്കെ പോയി. അതിനുള്ളിൽ എത്തുമ്പോഴാണ് ഓർമ്മ വന്നത്, തൊഴാൻ അങ്ങോട്ട് കയറുമ്പോഴാണ് ക്യൂവിൽ നിന്ന് അവിടെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് ഒരു സെറ്റ് സാരി, അത് ഓർമ്മ വന്നത്. അതിലൊന്നും അപ്പോൾ ഉടുത്ത വസ്ത്രത്തിൽ പോലും എന്തില്ല, തൃപ്തിയില്ല. തൃപ്തമായ ജീവിതം നയിക്കാനാണ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തിലൂടെ ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ. അങ്ങനെ തൃപ്തിയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിലോ കൂടസ്ഥോ വിജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെയൊക്കെ കീഴടക്കി കൂടസ്ഥനായി സമൂഹത്തിൽ അറിവും കഴിവും നിലയും പേരും പ്രശസ്തിയുമുള്ള കൂടസ്ഥനെ പോലെ, കോൺക്രീറ്റ് പോലെ, ചിത്തഭ്രമമില്ലാതെ നമ്മുടെ പ്രധാനമന്ത്രിയെ പോലെ നമുക്ക് ജീവിതം നയിക്കാൻ സാധിക്കും. ഇതാണ് ഭഗവത്ഗീതയിലൂടെയുള്ള നമ്മളോടുള്ള മിഷനും. അപ്പോൾ ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അടിമുടി ഒരു പരിവർത്തനം നമുക്ക് വരുത്തണം. ഉയരണം. നമ്മൾ ഓരോ വ്യക്തിയും ഉയരണം, വളരണം. നമ്മുടെ മക്കളെ ഉയർത്തണം, വളർത്തണം യഥാർത്ഥ ദിശയിൽ. അവരെ കൈപിടിച്ചുയർത്തണം. നമ്മളെ കുടുംബാംഗങ്ങളെ, മറ്റുള്ള സഹോദരന്മാരെയും നമ്മുടെ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഉയർത്തണം. നിങ്ങൾ ഓരോരുത്തരും ഉയരണം. അതിന് നാം ആദ്യം റോൾ മോഡലായി ഉയരണം. അപ്പോൾ ശ്രദ്ധിക്കണം. മനുഷ്യ മൃഗത്തിൽ നിന്നും മനുഷ്യത്വത്തിലോട്ട് ഡാർവിൻ്റെ എവല്യൂഷണറി സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായി ഒരു ശാസ്ത്രീയമായി മൃഗമായി ജീവിക്കുന്ന ആധുനിക മനുഷ്യൻ ഒരു മനുഷ്യനായി ഉയരണം. അതിന് 2 കാര്യങ്ങൾ ഒഴിവാക്കണം: മദ്യവും മയക്കുമരുന്നും പിന്നെ ഈ കുഴിച്ചിടുന്ന ശവക്കറികളും ഒഴിവാക്കുക. 2 കാര്യങ്ങൾ ഒഴിവാക്കാനാണ് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ പറയുന്നത്. ഈ 7ാം അധ്യായത്തിലെ തന്നെ 3ാമത്തെ ശ്ലോകം പറയുന്നത്, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ്യദതി സിദ്ധയേ. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ്യദതി സിദ്ധയേ. ഈ സിദ്ധിയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. 1000 ആൾക്കാർ കൂടുമ്പോൾ അവരൊക്കെ മൃഗമായി രൂപേണ മൃഗം ചരന്തി എന്ന് പറയുന്നു. മനുഷ്യരൂപത്തിലുള്ള മൃഗങ്ങളിൽ നിന്നും മനുഷ്യനാകണം. അപൂർവങ്ങളിൽ അപൂർവമായ വ്യക്തിത്വമായി ഉയരണം. ആ വ്യക്തിത്വത്തിന് പ്രസാദേ സർവദുഃഖാന ഹാനിരസ്യോപജായതേ. വളരെ പ്രശാന്തമായ ജീവിതം നയിക്കണം. അല്ലെങ്കിൽ അശാന്തസ്യ കുതസുഖം. അശാന്തന് ഒരിക്കലും സുഖമുണ്ടാകില്ല. അപ്പോൾ സുഖമാണ് ജീവിതത്തിലെ നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മനുഷ്യനാകണം. അതിന് അമൃതബിന്ദു ഉപനിഷത്തിൽ പോയി നോക്കണം. മനനേവ മനുഷ്യാണാം കാരണാം ബന്ധമോക്ഷജ ബന്ധയോ വിഷയാസക്ത മുക്തയെ നിർവിഷയം സ്മൃതിയിലാണ്, ബുദ്ധിയിലാണ്, മനസ്സിലാണ് ഈ മനുഷ്യത്വത്തിലോട്ട് നമ്മൾ ഉയരണം. മനുഷ്യത്വത്തിലോട്ട് നമ്മൾ ഉയരണം എന്ന് വെച്ചാൽ ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിന് പഞ്ചശുദ്ധി എന്ന് പറയുന്നു. 5 കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, ആസുരീകമായ മൃഗീയതയിൽ നിന്നും ഉള്ള ഇപ്പോഴുള്ള ജീവിതത്തിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് നാം ഉയരണം. മനുഷ്യത്വത്തിൽ നിന്നും മനുഷ്യദേവത്വത്തിലോട്ട് നാം
ഉയരണം. മനുഷ്യദേവനിൽ നിന്നും ഈശ്വരീയതയിലേക്ക് നാം ഉയരണം. ഈശ്വരീയതയിൽ നിന്നും സമ്പൂർണ്ണ വ്യക്തിത്വത്തിലോട്ട് നമ്മൾ ഉയരണം. സമ്പൂർണ്ണ വ്യക്തിത്വത്തിൽ നിന്നും സമ്പൂർണ്ണ ബോധത്തിലോട്ട് നമ്മൾ ഉയരണം. അവതാരോഹ്യ അസംഖ്യോഹം. ഭാഗവതത്തിൽ ഭഗവാൻ അസന്നിഗ്ധമായി പറയും അവതാരോഹ്യ അസംഖ്യോയം. അപ്പോൾ ഈ സമ്പൂർണ്ണ ബോധത്തിലോട്ട് സമ്പൂർണ്ണ വ്യക്തിത്വത്തിലോട്ട് നമ്മൾ ഉയരുമ്പോൾ നമുക്ക് നമ്മുടെ ഭർത്താവിനെ കൈപിടിച്ചുയർത്താൻ സാധിക്കും, നമ്മുടെ മക്കളെ കൈപിടിച്ചുയർത്താൻ സാധിക്കും. അപ്പോൾ അറിവും കഴിവുമുള്ള ഒരു ഏവം പരമ്പരാപ്രാപ്തം ഒരു പരമ്പര തന്നെ, വരും തലമുറയെ തന്നെ നമുക്ക് ഇതിന് വാർത്തെടുക്കാൻ സാധിക്കും. അതിന് ആ ഉള്ളിലുള്ള, ശ്രദ്ധിക്കണം, പുറത്തുള്ള കാര്യമല്ല, പാകിസ്ഥാൻ്റെ കാര്യം, ചൈനയുടെ കാര്യമല്ല പറയുന്നത്, അമേരിക്കയിലെ കാര്യമില്ല, ഉള്ളിലുള്ള നമ്മുടെ മക്കളുടെ അറിവും കഴിവും കാണാനും കണ്ടാസ്വദിക്കാനും അത് വികസിപ്പിക്കാനും ഈ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം നമ്മൾ അവരെ പഠിപ്പിക്കണം. അതിന് നമ്മളെ ആരും പഠിപ്പിച്ചില്ല എന്ന് പഴി ചാരരുത്, നമ്മളാദ്യം പഠിക്കണം. ഇതിനുള്ള സുവർണ നിമിഷങ്ങളാണ് നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നത്, എനിക്ക് കൈവന്നിരിക്കുന്നത് പോലെ. ഞാനിത് ഏവം പരമ്പരാപ്രാപ്തം. എൻ്റെ ഗുരുവാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ് മഹാരാജ്. അപ്പോൾ എൻ്റെ ഗുരു എന്നെ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും പറയും ഈ 7-ാം അധ്യായത്തിലെ എന്താണ് ജ്ഞാന വിജ്ഞാന യോഗം. ജ്ഞാന വിജ്ഞാന യോഗം. അപ്പോൾ ഈ ജ്ഞാന വിജ്ഞാന യോഗത്തിൽ ഭഗവാന് പറയാനുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ, മയ്യാസക്ത മനഃപ്പാർത്ഥ. ഇപ്പോഴും നമ്മൾ ആസക്തി എന്തിലോടാണ്? മലയാളിയുടെ ആസക്തി മദ്യാസക്തിയാണെന്ന് ലോകം മുഴുവൻ പറയാൻ തുടങ്ങി, ലോകം മുഴുവൻ നാറ്റിക്കാൻ തുടങ്ങി. മദ്യാസക്തിയിൽ നിന്നും, മയക്കുമരുന്ന് ആസക്തിയിൽ നിന്നും, ലൈംഗിക അമിത ആസക്തിയിൽ നിന്നും, ഇങ്ങനെ പല വിധത്തിലുള്ള അമിതമായ ആസക്തിയിൽ നിന്നും മനുഷ്യ മനസ്സിനെ നന്മയിലോട്ട്, ശ്രദ്ധിക്കണം, കുടുംബത്തിലോട്ട് തിരിച്ചു വിടാൻ ഒരു ഈശ്വരീയമായ ഒരു എൻവയോൺമെൻറ്റ് അവൻ്റെ കുടുംബത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ഭഗവാൻ പറയുന്നു. ഈ 7-ാമത്തെ അധ്യായമായ ജ്ഞാനവിജ്ഞാന യോഗം തുടങ്ങുമ്പോൾ പറയും ശ്രീ ഭഗവാനുവാച. ഭഗവാൻ എന്താ നമ്മളോട് പറയാനുള്ളത്? ഒന്ന് മാത്രമാണ്. ഗുരുവായൂരപ്പന് നമ്മളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. എന്താണ്? മയ്യാസക്ത മനഃപ്പാർത്ഥ. ഹേ പാർത്ഥ. പാർത്ഥ എന്ന് വെച്ചാൽ 10ാം ക്ലാസ് പാസ്സായവെന്നാണ് അതിൻ്റെ അർത്ഥം. 10ാം ക്ലാസ് പാസ്സായവെന്നാണ് അതിൻ്റെ അർത്ഥം. ശരണമയ്യപ്പ. അവന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണം ഇത് പെൻസിലാണെന്ന്, അവന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണം ഇത് പേനയാവണമെന്ന്. ഇത്രയേ വേണ്ടൂ. അവനാണ് പാർത്ഥൻ. പരമാർത്ഥ ജ്ഞാനത്തെ അറിഞ്ഞനുഭവിക്കുന്നവൻ. മയ്യാസക്ത മനഃപ്പാർത്ഥ. നീ ഇപ്പോൾ ഭാര്യയിലൊരു അമിതമായ ആസക്തി, ഭർത്താവിലൊരു അമിതമായ ആസക്തി, കുഞ്ഞിനെ LKG ചേർക്കുമ്പോൾ തന്നെ ഒരു ട്യൂഷൻ. എന്താ ട്യൂഷൻ? IAS-ൻ്റെ ട്യൂഷൻ, ഇപ്പുറത്ത് വേറൊരു ട്യൂഷൻ, MBBS-ൻ്റെ ട്യൂഷൻ. അവസാനം ഈ കുഞ്ഞ് വട്ട കൊമ്പ്ലങ്ങാവുന്നു. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള ആധുനിക തലമുറയോട് ഭഗവാൻ ഈ 7-ാമത്തെ അധ്യായമായ ജ്ഞാനവിജ്ഞാന യോഗം എന്താണെന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ പറയും, നിൻ്റെ മനസ്സ് നീ ഒന്ന് ശുദ്ധി ചെയ്യൂ, ട്യൂൺ ചെയ്യൂ. മയ്യാസക്ത മനഃപ്പാർത്ഥ. ഗുരുവായൂരപ്പൻ നമ്മളോട് ഇത്രയും പ്രേമപൂരിതമായിട്ട് പറയുന്നത് എന്ത്? നിൻ്റെ ആസക്തി നീ എന്നിലോട്ട് തിരിക്കൂ. നീ നമ്മുടെ ശ്രദ്ധ പരമേശ്വരനായ ജഗതീശ്വരനായ ഗുരുവായൂരപ്പനോട്, കൃഷ്ണനോട് തിരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഉടൻ തന്നെ നമ്മളോട് മറുപടി പറയുകയായി. ഈ 7-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഭൂമി രാപോ നിലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയം മേ ഭിന്ന പ്രകൃതിരാഷ്ട്രധാ. കുട്ടികളോടൊക്കെ പറയണിത് കേട്ടോ. നമ്മൾ വീട്ടിൽ എഴുതി വെക്കണം, പൂജാമുറിയുടെ മുന്നിലൊക്കെ എഴുതി വെക്കണം. നമ്മളെ ഭാര്യയെ പഠിപ്പിക്കണം, നമ്മളെ ഭർത്താവിനെയും മക്കളെല്ലാവരെയും പഠിപ്പിക്കണം. ഭൂമി
രാപോ ഭൂമിരാപോ അനിലോ വായുഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതിരാഷ്ട്രത. ഇങ്ങനെ 8 വിധത്തിലാണ് അർജുന ഈ പ്രകൃതിയുള്ളത്. അതായത് ഇതിന് മുന്നേ പറഞ്ഞു എന്ത്? നഹി കശ്ചിക്ഷണമപി ജാതുനിഷ്ഠം സ്വകർമ്മ കാര്യഹ്യവശകർമ്മ കർവം പ്രകൃതി. അർജുന അർജുന ഇതെല്ലാം എൻ്റെ പ്രകൃതിയാണ്. രൂപനാമാത്മകമായി നിങ്ങളെ കാണുന്നത് മുഴുവൻ എൻ്റെ പ്രകൃതിയാണ്. അതുകൊണ്ട് ഈ പ്രകൃതിയിൽ ജനിച്ചു വീഴുന്ന കുട്ടികൾ മരിക്കുന്നത് വരെ നഹി കശ്ചിക്ഷണമപി ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യരുത്. ഈ ഭൂമിയിലെ ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഡയമണ്ട് അല്ല, ടൈമാണ്. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും നമ്മൾ വെറുതെ കളയരുത്. ഓരോ സെക്കൻഡുകളും ജീവിതത്തിൽ അവനവന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അവനവൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അവനവൻ്റെ സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അവനവൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. മാനവരാശിയുടെ അഭ്യുദയത്തിന് വേണ്ടി, ഇൻവെൻഷനുകൾ, കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഇത് പറയാനുള്ള അവതാരമാണ് മാതാ അമൃതാനന്ദമയി ദേവി അമ്മ. അപ്പോൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം ഓരോ സെക്കൻഡുകളും. ഇതാണ് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് നമ്മളെ കുട്ടികളോട് പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ അവർ വളർന്നോളും. എവിടെ? ആകാശത്തിനും അപ്പുറത്തോട്ട് നമ്മളെ മക്കൾ വളർന്ന് കണ്ട് സന്തോഷിച്ച് സംതൃപ്തമായി ജീവിതത്തിൻ്റെ വാർദ്ധക്യകാലം പോലും ഓൾഡ് ഏജ് പോലും കൊണ്ടു നടക്കാൻ നമ്മളെ മക്കളെ ഈ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം നമ്മൾ ചെറുപ്പത്തിലേ പഠിപ്പിക്കണം. എൻ്റെ അച്ഛൻ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണ്. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ അദ്ദേഹം എന്നെ ഈ സബ്ജക്റ്റ് ശ്രദ്ധിക്കണം ഇൻട്രസ്റ്റ് ആക്കി എടുത്തതുകൊണ്ടാണ് ആ ഇൻട്രസ്റ്റ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ആ ഇൻട്രസ്റ്റ് നിങ്ങളും വളരണം. ആ ഇൻട്രസ്റ്റ് അത് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. അപ്പോഴോ ഭിന്ന പ്രകൃതിയെ അർജുന ഭിന്ന പ്രകൃതി രാഷ്ട്രത. 8 വിധത്തിലാണ് ഇത്. മനസ്സിലായില്ല അല്ലേ? ഇവിടെ ഒരു ജ്വല്ലറിയിൽ പോയാൽ സ്വർണ്ണമല്ലേ ഉള്ളൂ. അതെ, അതിനകത്ത് 118 രീതിയിലുള്ള ആഭരണങ്ങൾ ഉണ്ടാവുമല്ലോ. ഉണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ ഒരൊറ്റ ജഗദീശ്വരൻ തന്നെ 8 വിധത്തിലാണ് എൻ്റെ ശരീരത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു ആത്മവികാസത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ് ഇവിടെ കൃഷ്ണൻ അനാവരണം ചെയ്യുന്നത്. ഇത് പഠിച്ചില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല. 8ൻ്റെ പണി കിട്ടും. പിന്നെ ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസ് 2 വീലർ ഓടിക്കും ഇത് 8 എന്ന് എഴുതുന്ന കാണിക്കണം. അതുപോലെ 8ൻ്റെ പണി കിട്ടാതിരിക്കാൻ ഭഗവത്ഗീത പഠിക്കണം. കാരണം ഇതിൽ 18 അധ്യായങ്ങളാണ് ഉള്ളത്. ഈ 8 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരണം അഷ്ടദ്രവ്യ ഗണപതി ഹോമം. ഈ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ ഈ 8-നൊരു പ്രത്യേകതയുണ്ട്. അതാണ് ഈ അഷ്ടദ്രവ്യ ഗണപതി ഹോമം. എന്താണ്? ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായി രൂപനാത്മാത്മകമായി ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിച്ചുണ്ടായ പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായി 8 ദ്രവ്യങ്ങൾ എടുത്തിട്ട് ഒരു ഹോമം. ഇനി നമ്മുടെ ശരീരത്തിൻ്റെ രോഗത്തിനുള്ള ആയുർവേദ ഔഷധങ്ങളൊക്കെ പറയുന്നത് അഷ്ടാംഗഹൃദയം എന്നാണ്. ആ ഗ്രന്ഥത്തിൻ്റെ പേര് തന്നെ. നമ്മുടെ മനസ്സിനെ ഉയർത്താൻ, അല്ലാണ്ട് പരാതി കൊടുക്കാനല്ല, സൂപ്പർ മാർക്കറ്റ് പോലെ എന്തെങ്കിലും ചോദിച്ച് മേടിക്കാൻ ബെഗ് ചെയ്യാനുള്ളതല്ല ഹൈന്ദവ ക്ഷേത്രങ്ങൾ. അത് മനസ്സിനെ ഉയർത്തുന്നതാണ്. ഈ മനസ്സിനെ 8 രീതിയിലാണ് ശരീരത്തിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും എല്ലാത്തിനെയും ഉയർത്താനാണ് ക്ഷേത്രങ്ങളിൽ അഷ്ടദിക്പാലകർ മുട്ടുകുത്തിത്തൊഴും ഏറ്റുമാനൂരുഗ്രമൂർത്തെ പാട്ടൊക്കെ കേട്ടില്ല. ഈ അഷ്ടദിക്പാലകന്മാർ അതിലാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ രാഗം, ഏത് രാഗം 8 രീതിയിലുള്ള രാഗങ്ങളാണ് ഭാര്യയോട്
ഭർത്താവിനോട്, കാറിനോട്, വീട്ടിനോട്, മക്കളോട്, എക്സെട്ര എക്സെട്ര ഇ ടി ഈ രാഗങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ 8 രീതിയിൽ ആണ് ഇവിടെ. ഏതൊക്കെയാണ് ഈ 8 രീതിയിൽ? മറ്റൊന്നുമില്ല. ഒന്ന് ഭൂമി തന്നെ. ഒന്ന് ഭൂമി, പിന്നെ ആപം എന്ന് പറഞ്ഞാൽ വെള്ളം, പിന്നെ അനിലൻ എന്ന് പറഞ്ഞാൽ അഗ്നി, പിന്നെ വായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു തന്നെ, പ്രാണവായു തന്നെ, പിന്നെ ഖം എന്ന് പറഞ്ഞാൽ സ്പേസ്, പിന്നെ ബുദ്ധി, പിന്നെ മനസ്സ്, പിന്നെ അഹങ്കാരം. ഈ 8. ഈ ശ്രദ്ധിക്കണം, ഈ ഭൂമിയിൽ നിന്നും എൻ്റെ അച്ഛൻ കഴിച്ച ആഹാരങ്ങൾ, ഭൂമിയിൽ നിന്നാണല്ലോ എല്ലാ ആഹാരങ്ങളും വെള്ളങ്ങളും ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഭൂമിയിൽ നിന്നുണ്ടായ എല്ലാ സാധനങ്ങളും അച്ഛൻ കഴിച്ചിട്ട് അത് ബ്ലഡായി, അത് സെമനായിട്ടാണ് ഞാനുണ്ടാകുന്നത്. അപ്പോൾ ഭൂമി, ആപം. അനലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തൃപ്തമാകാത്തവൻ. അതാണ് അഗ്നി എന്ന വാക്കിൻ്റെ അർത്ഥം. അവൻ എന്ത് കിട്ടിയാലും എല്ലാം കൂടെ കഴിച്ചോളും. ഈ അനലനാണ് എൻ്റെ ശരീരത്തിൽ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിൽക്കുന്നത്. ഇതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 0 ആയിക്കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയി വായുരനില മതില കത്തിച്ച് കളയും. പിന്നെ വായു എന്ന് പറഞ്ഞാൽ എന്താണ്? വലിച്ചെടുക്കുന്നത് തന്നെ വായു. പിന്നെ സ്പേസ്, ഞാൻ നിൽക്കുന്നത് തന്നെ സ്പേസിലാണ്, ഇതിനകത്ത് മുഴുവൻ സ്പേസാണ്. പിന്നെ ഈ രൂപത്തിൽ, ഈ 5 രൂപത്തിൽ എന്താണ്? പ്രപഞ്ചം, പഞ്ചഭൂതങ്ങൾ, വായു, അഗ്നി, ജലം, ഭൂമി, സ്പേസ്. ഈ 5 രീതിയിലുള്ള പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിച്ചുണ്ടായ പ്രപഞ്ചമാണ് എന്നിൽ. അപ്പോൾ ഈ അനന്തമായ ഇതിൻ്റെ ഭാഗമാണ് ഞാൻ. ഈ പഞ്ചഭൂതങ്ങളാണ് ശിവൻ്റെ 5 മുഖം. ബിഭ്രദ്യോഭിപുടാരം മൃഗമഭയവരതഹസ്തോ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജനലയോ വ്യാഘ്രജൻ മാത്രവാസ ധ്യയേ മുക്താപരാഗാമൃതരസ കലിതാത്രിപ്രഭ പഞ്ചവക്ത്ര. കണ്ടോ? 5 മുഖങ്ങൾ. ഇപ്പോൾ ശിവന് എത്ര മുഖാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം മറുപടി പറഞ്ഞാൽ നമ്മളെ മക്കളെയൊക്കെ പഠിപ്പിക്കണം. 5 മുഖമാണ്. ഈ 5 മുഖമാണ് ഈ പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് എൻ്റെ ശരീരം സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ശരീരത്തിലാണ് എൻ്റെ മനസ്സ് നിലനിൽക്കുന്നത്. ഈ മനസ്സിലാണ് വേദാനാം സമവേദോസ്മി ദേവാനാമസ്മി വാസവ ഇന്ദ്രിയാണാം മനശ്ചസ്മി. കണ്ടോ? ഇന്ദ്രിയങ്ങളിൽ ഞാൻ എന്താണെന്ന് ഭഗവത്ഗീതയിൽ തന്നെ മറ്റൊരവസരത്തിൽ പറഞ്ഞു, ഞാൻ മനസ്സാണെന്ന്. ഇനി ബുദ്ധി ഇനിയാണ് ബുദ്ധി. ഈ ബുദ്ധിസ്വരൂപമായി, ബോധസ്വരൂപമായി എല്ലാം നിലനിൽക്കുന്നതാണ് അഹങ്കർത്തൃത്വം. ഇതി അഹങ്കാരം. ഞാൻ. അപ്പോൾ ഊണിൽ, ഉറക്കത്തിൽ, നിൽക്കുമ്പോൾ, കിടക്കുമ്പോൾ എല്ലാത്തിനകത്തും ഈ ഞാൻ എന്ന് പറയുകയും അത് ഉണർന്നെഴുന്നേറ്റപ്പോൾ ബോധസ്വരൂപമാകുകയും അത് ബുദ്ധിയിൽ പ്രവർത്തിക്കുകയും ഈ ബുദ്ധിയുടെ നിയന്ത്രണത്തിലുള്ള മനസ്സും ഈ പഞ്ചഭൂതാധിഷ്ഠിതമായി നിലനിൽക്കുന്നു. ഇതാണ് നമ്മുടെ ബോഡി, മൈൻഡ് ആൻഡ് ഇൻ്റലക്ച്വൽ സ്ട്രക്ചർ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും ഈ പ്രകൃതിയും നമ്മളും തമ്മിലുള്ള ഒരു അവിഭാജ്യമായ ഒരു ബന്ധം. ഇനി ശ്രദ്ധിക്കണം, ഈ ബന്ധം ഉറപ്പിക്കുകയാണ്. ശ്വാസം അകത്തോട്ട് വിടുമ്പോൾ സോ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുമ്പോൾ ഹം, സോഹം സോഹം സോഹം. അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഹംസം ഹംസം ഹംസം. അപ്പോൾ ഈ പ്രാണവായുവിലൂടെ, ശ്വാസത്തിലൂടെ ഇത് വലിച്ചെടുക്കുകയാണ് വൈദിക സംസ്കൃതിയായ പ്രാണായാമം. കേൾക്കണം, പ്രാണായാമാൻ ദഹാൻ ദോഷാൻ സർവാൻ അശേഷതേ. നമ്മുടെ ജീവിതത്തിലുള്ള ഒരുവിധം ശാരീരികവും മാനസികവുമായ എല്ലാ ദുഃഖത്തെയും എല്ലാ രോഗത്തെയും ഇല്ലായ്മ ചെയ്യുന്നതാണ് ഈ പ്രാണായാമം. എന്താണ്? ആകാശത്തിലോട്ട് തൊഴുതു നോക്കിക്കൊണ്ട്, മുകളിലോട്ട് നോക്കിക്കൊണ്ട്, കണ്ണടച്ച് പിടിച്ചുകൊണ്ട് പ്രാണനെ നന്നായി അകത്തോട്ട് വലിച്ചെടുക്കുക. അതിനുശേഷം പുറത്തോട്ട് വിടുമ്പോൾ
ഓങ്കാരം. അപ്പോൾ ഇത് ദിവസേന ഒരു 10-30 പ്രാവശ്യം നമ്മളങ്ങോട്ട് ചെയ്താൽ മാത്രം മതി നമ്മുടെ പ്രാണബലം വർദ്ധിക്കാൻ. പ്രാണബലം വർദ്ധിച്ചു കഴിഞ്ഞാൽ മനോബലം വർദ്ധിക്കും. മനോബലവും പ്രാണബലവും വർദ്ധിച്ചു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കും. അപ്പോൾ 2 തരം വിദ്യകളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒന്ന് പരാവിദ്യ, മറ്റൊന്ന് അപരാവിദ്യ. അതുപോലെ തന്നെ പരാപ്രകൃതിയും അപരാപ്രകൃതിയും 2 വിധത്തിലുള്ള പ്രകൃതിയാണ്. രണ്ടും എൻ്റേത് തന്നെയാണെന്ന് ഭഗവാൻ അസന്നിഗ്ധമായിട്ട് ഇവിടെ പ്രൂവ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അവൻ്റെ ഏറ്റവും വലിയ ശക്തിയായ ആത്മവിശ്വാസം ഈ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, അപരാപ്രകൃതിയും പരാപ്രകൃതിയും. അപരാപ്രകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃഖാത്മകത്വമാണ് അപരാപ്രകൃതി. അപ്പോൾ അപരാപ്രകൃതിക്ക് എന്താണ്? ഷഡ്വികാരങ്ങളുണ്ട്. ഷഡ്വികാരങ്ങൾ എന്തൊക്കെയാണ്? പഞ്ചഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച എൻ്റെ ശരീരം അസ്ഥി ജായതേ വർദ്ധതേ വിപരീതമതേ അപക്ഷീയമതേ നശ്യതി. അച്ഛൻ്റെ ശരീരത്തിൽ ഉണ്ടായി അമ്മയുടെ അസ്ഥി ഉണ്ടായി, അമ്മയുടെ വർദ്ധിച്ചു, അമ്മയുടെ ശരീരത്തിൽ നിന്നും പ്രസവിച്ചു, അതിനുശേഷം വളർന്ന് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യത്തിലോട്ട് പ്രവേശിച്ച് നശ്യത. ഈ 6 വിധത്തിലുള്ള വികാരങ്ങളുണ്ട്. 6 വിധത്തിലുള്ള വികാരങ്ങളും ദുഃഖസമുദ്രമാണ്. ജന്മദുഃഖം, ജരാദുഃഖം, ജായദുഃഖം, പുനഃപുന സംസാര സാഗരം ദുഃഖം. തസ്മ ജാഗ്രത ബി അലേർട്ട്. ശ്രീശങ്കര ഭഗവത്പാദർ നമ്മളെ പഠിപ്പിച്ചു. അപ്പം ഇതിനകത്തെല്ലാം ദുഃഖാത്മകത വരുമ്പോൾ പരാപ്രകൃതി നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഇത് ഇതിനെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഈ സത്യം ആദ്യമേ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ പരാപ്രകൃതി സച്ചിദാനന്ദാമൃതമാണ്. അത് സച്ചിദാനന്ദാമൃതമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ ശ്വാസവും സച്ചിദാനന്ദം നുകരുന്നതാണ് നമ്മുടെ ജീവിതമെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളെ മക്കളെ പഠിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം. അതിന് എന്താണൊരു മാർഗം? ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമിയേ ശരണമയ്യപ്പ. ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം. അതിനനുസരിച്ച് നമ്മൾ മാറ്റം വരുത്താം. എല്ലാവരും അടുത്ത വീഡിയോയും കാണണം. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ടെന്ന് സ്വാമി ശരണം, സ്വാമിയേ ശരണമയ്യപ്പ.